ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ബിരുദം കഴിഞ്ഞിറങ്ങുന്ന ഏതൊരു യുവതിയും സ്വപ്നം കാണുന്നത് നഗരങ്ങളിലെ ശീതീകരിച്ച ഓഫീസുകളോ വലിയ കോർപ്പറേറ്റ് കമ്പനികളിലെ ഉയർന്ന ജോലിയോ ആയിരിക്കും. എന്നാൽ ചൈനയിലെ ഗ്വാങ്സി പ്രവിശ്യയിൽ നിന്നുള്ള ക്വിൻ എന്ന 29കാരിയുടെ ലോകം വ്യത്യസ്തമാണ്. 60,000-ഓളം കൊടും വിഷമുള്ള പാമ്പുകൾക്കൊപ്പം മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടുള്ള ഒരു ബിസിനസ് സാമ്രാജ്യമാണ് അവൾ കെട്ടിപ്പടുത്തിരിക്കുന്നത്. വർഷത്തിൽ 1.25 കോടിയിലധികം രൂപ വരുമാനമുണ്ടാക്കുന്ന ഒരു വൻകിട വ്യവസായമായി ഈ പാമ്പ് വളർത്തൽ കേന്ദ്രം ഇന്ന് മാറിക്കഴിഞ്ഞു. 1995 ജനിച്ച ക്വിൻ പാമ്പ് വളർത്തൽ ഒരു തൊഴിലായി സ്വീകരിച്ച കുടുംബത്തിലാണ് വളർന്നത്. അവളുടെ അച്ഛൻ വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ തൻ്റെ മകൾ ഈ അപകടം പിടിച്ച വഴിയിലേക്ക് വരുന്നത് അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ക്വിൻ തൻ്റെ സർവകലാശാല പഠനം പൂർത്തിയാക്കിയ ശേഷം കുറച്ചുകാലം നഗരത്തിൽ ജോലി ചെയ്തിരുന്നു. എങ്കിലും പ്രായമായ തൻ്റെ പിതാവിന് ഫാമിലെ ജോലികൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പ്രയാസമാണെന്ന് കണ്ടപ്പോൾ മകൾ എന്ന നിലയിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവൾ തീരുമാനിക്കുകയായിരുന്നു. തൻ്റെ സുരക്ഷിതമായ കരിയർ ഉപേക്ഷിച്ച് ചീറ്റുന്ന വിഷപ്പാമ്പുകൾക്കിടയിലേക്ക് അവൾ മടങ്ങിയെത്തിയത് എല്ലാവരെയും അമ്പരപ്പിച്ചു. 60,000 പാമ്പുകൾ, ഒരു പിഴവ് മരണത്തിനു തുല്യം. നിലവിൽ ക്വിൻ്റെ ഫാമിൽ 50,000-ലധികം അണലികളും 10,000-ഓളം മൂർഖൻ പാമ്പുകളുമുണ്ട്. ഇതിൽ 8 അടി മൂർഖനുകൾ അവയുടെ മാരകമായ വിഷത്തിന് പേരുകേട്ടവയാണ്. കടിയേറ്റാൽ 8 ചുവട് വെക്കുന്നതിനകം മരണം സംഭവിക്കാം എന്ന വിശ്വാസത്തിൽ നിന്നാണ് അവക്ക് ആ പേര് ലഭിച്ചത്. അതേസമയം ഓരോ ദിവസവും ക്വിന് നേരിടേണ്ടി വരുന്നത് അതീവ അപകടകരമായ സാഹചര്യങ്ങളാണ്. ചില പാമ്പുകൾക്ക് നേരിട്ട് വായിലേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ടി വരും. ഇത് പാമ്പുമായി നേരിട്ടുള്ള സമ്പർക്കം വർദ്ധിപ്പിക്കുന്നു. 10,000-കണക്കിന് പാമ്പുകൾ ഉള്ള കൂടുകൾ വൃത്തിയാക്കുന്നത് അതീവ ജാഗ്രതയോടെ വേണം. പാമ്പുകളുടെ ആരോഗ്യം, താപനില എന്നിവ കൃത്യമായി പരിശോധിക്കണം തുടങ്ങിയ വെല്ലുവിളികൾ നേരിടേണ്ടതുണ്ട്. കുട്ടിക്കാലം മുതൽ കണ്ടു വളരുന്നതിനാൽ എനിക്ക് പാമ്പുകളെ പേടിയില്ല. എങ്കിലും അവ നൽകുന്ന വേദനയെക്കുറിച്ച് എനിക്ക് വ്യക്തമായി ധാരണയുണ്ട്, ക്വിൻ പറയുന്നു. ഇനി വരുമാനം വരുന്നത് എവിടെ നിന്നുമെന്ന് നോക്കാം. ഇത്രയധികം പാമ്പുകളെ വളർത്തുന്നതിന് വലിയ ചെലവുണ്ടെങ്കിലും അതിൽ നിന്നുള്ള വരുമാനം അതിശയിപ്പിക്കുന്നതാണ്. പ്രധാനമായും 4 രീതിയിലാണ് ഈ ഫാം വരുമാനം കണ്ടെത്തുന്നത്. 1. പാമ്പിൻ വിഷം. ഇതാണ് ഏറ്റവും ലാഭകരമായ മേഖല. 5 അടി മൂർഖനുകളിൽ നിന്ന് 2 ആഴ്ചയിലൊരിക്കൽ വിഷം എടുക്കുന്നു. 1 ഗ്രാം വിഷത്തിന് 40 മുതൽ 200 യുവാൻ വരെ വില ലഭിക്കും. ഔഷധ നിർമ്മാണത്തിനും ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കുമാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ വരുമാനം മാംസം. പാമ്പിൻ മാംസത്തിന് ചൈനയിലെ ചില വിപണികളിൽ വലിയ ഡിമാൻഡ് ഉണ്ട്. ഒരു പാമ്പിന് അതിൻ്റെ വലുപ്പമനുസരിച്ച് 200 മുതൽ 300 യുവാൻ വരെയാണ് വിപണി വില. മൂന്നാമത്തെ മാർഗം പരമ്പരാഗത മരുന്നുകൾ. ഉണക്കിയ പാമ്പുകൾ, പാമ്പിൻ്റെ പിത്തസഞ്ചി, പാമ്പിൻ നെയ്യ് എന്നിവ പരമ്പരാഗത ചൈനീസ് ചികിത്സാ രീതികളിൽ ഉപയോഗിക്കുന്നു. നാലാമത്തേത് ഉപ ഉൽപ്പന്നങ്ങൾ. പാമ്പിൻ തോൽ ഉൽപ്പന്നങ്ങൾക്കും ആവശ്യക്കാരുണ്ട്. ഈ വൈവിധ്യമാർന്ന വിപണനത്തിലൂടെ ക്വിൻ വർഷത്തിൽ 10 ലക്ഷം യുവാൻ വരുമാനം നേടുന്നുണ്ട്, ഏകദേശം 140 കോടി രൂപ. വേദനയുടെയും മാനസിക സമ്മർദ്ദത്തിൻ്റെയും ലോകമായ പാമ്പുകളുമായുള്ള ഈ സഹവാസം ഒരിക്കലും ലളിതമല്ല. പാമ്പിൻ്റെ കടിയേറ്റാൽ ഉണ്ടാകുന്ന തീവ്രമായ വേദനയെക്കുറിച്ച് ക്വിൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ശരീരമാകെ പടരുന്ന ആ വേദന ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. പാമ്പ് കടിയെ ഭയമില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുവരെ കടിയേറ്റിട്ടില്ല എന്നേ അർത്ഥമുള്ളൂ എന്നാണ് അവളുടെ പക്ഷം. ഓരോ നിമിഷവും അതീവ ശ്രദ്ധ പുലർത്തേണ്ടി വരുന്നത് വലിയ മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ ശ്രദ്ധക്കുറവ് പോലും ജീവിതം തന്നെ ഇല്ലാതാക്കിയേക്കാം. ക്വിൻ എന്ന ഈ യുവതി ലോകത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ ഏത് അപകടകരമായ മേഖലയെയും വിജയകരമായ ഒരു ബിസിനസ്സാക്കി മാറ്റാം. പരമ്പരാഗതമായ വഴികളിലൂടെ സഞ്ചരിക്കാതെ റിസ്ക് എടുക്കാൻ തയ്യാറായതാണ് അവളെ ഇന്നൊരു കോടീശ്വരിയാക്കി മാറ്റിയത്. 60,000 പാമ്പുകൾക്കിടയിൽ അവൾ നെയ്യുന്നത് ഒരു അതിജീവനത്തിൻ്റെ കഥയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.